പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകം തുടർമാനമായി പഠിപ്പിക്കുവാൻ കർത്താവ് തന്നെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ സമയത്തിനായി അടിയും കർത്താവിന് നന്ദിയോടെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാൻ പരിശുദ്ധനെ കർത്താവെ. പിന്നെ ഞങ്ങളുടെ അഗോപ്പ ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ഷൈസാറിനായി സ്തോത്രം കർത്താവെ. ഇപ്രകാരം ഒരു സൂം പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം. ദാസന്റെ ശുശ്രൂഷകളെ ദൈവം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പിന്നെ ഞാൻ ലാൽ സാറിനായി സ്തോത്രം. വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ബൈബിൾ കോളേജിന് വേണ്ടി അധ്വാനിപ്പാൻ ശുശ്രൂഷിപ്പാനൊക്കെയും ദൈവം കൊടുത്ത നല്ല അഭിഷേകത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് അധികമായി ചെയ്തെടുപ്പാൻ തക്കതായ ആവശ്യമായ കൃപ കർത്താവെ ഉയരത്തുന്ന ദാസമേ ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പിന്നെ ഇന്ന് രാത്രി കാല ക്ലാസ് എടുക്കുന്ന സാറിനായി സ്തോത്രം കർത്താവെ. വെളിപ്പാട് പുസ്തകം കർത്താവെ അത് അതിന്റെ അധികാരിതയോടെ കർത്താവെ ദൈവമേ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആവശ്യമായ ധാരാളം വെളിപ്പാടുകളെ കൊണ്ട് ദൈവം ദാസനെ കർത്താവെ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പാൻ കർത്താവെ ഓരോ ഡിവൈസിൽ കയറിയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി, എല്ലാ കർത്തൃദാസന്മാർക്കായി, ദാസിമാർക്കായി, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തെ സ്വർഗ്ഗം അവിടുന്ന് ഏകാഗ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിനെ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പൊന്നുനാമം കർത്താവ് ഇതിന്റെ മധ്യമഹത്വം എടുക്കണം. കർത്താവ് പ്രാർത്ഥന യാചന കേട്ടിരിക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ ഷീല. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ ഈ ടൈമിലെ ആറാമത്തെ ലെസണിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പ്രസന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയൽ സാറിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരി സാറന്മാർക്കും ആദ്യമായി എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സർദീസിലെ സഭയെക്കുറിച്ചാണ്. സർദീസിലെ സഭയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ എടുക്കാൻ തക്കൊടിയായി. ഇനി അതിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് തീർക്കാൻ തക്കൊണ്ടുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ എടുത്ത പ്രിയപ്പെട്ടവർക്ക് വായിക്കാം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു അഞ്ജു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 4 പ്രതിഫലങ്ങളെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ എടുത്ത വാക്യത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള സമയം നമ്മുടെ ഉണ്ടാകയില്ല. അതിൻ്റെ 1-ാമത്തെ വാക്യം അതിൻ്റെ മുഖവരിയാണ് നമ്മൾ പഠിച്ചു. അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെയാണ് സർദീസ് സഭയുടെ കുറ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2ഉം 3ഉം വാക്യങ്ങൾ അവർക്ക് നൽകിയ പ്രബോധനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പാൻ തക്കൊണ്ട് കഴിയുന്നു. 4-ാമത്തെ വാക്യം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു തീർത്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കോൺഫറൻസിന് പങ്കൊള്ളാൻ തക്കൊണ്ട് പോയതുകൊണ്ട് ചൊവ്വാഴ്ചയാണ് നടന്നത്. ഈ മാസം ഒരു ക്ലാസ് കൂടെ എനിക്ക് മുടക്കേണ്ടി വരും. എനിക്ക് ഒന്ന് അടുത്തതിൻ്റെ പിന്നത്തെ വ്യാഴാഴ്ച, തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച മുതൽ പിറ്റേ വെള്ളിയാഴ്ച വരെ എനിക്ക് ചച്ചക്കോടിൻ്റെ ജനറൽ അസംബ്ലി ഫ്ലോറിഡ വെച്ച് നടക്കുകയാണ്. എനിക്കും അതിൻ്റെ അകത്തൊരു ചുമതലയുണ്ട്. 215 രാജ്യങ്ങളിൽ നിന്ന് ഉള്ള സഭകളെല്ലാം കൂടി ഒന്നിച്ചു നടത്തുന്ന ഒരു വലിയ 1,00,000-ലധികം പേര് കൂടുന്ന ഒരു അസംബ്ലിയാണ്. അതെനിക്ക് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട്
ഞാൻ നേരത്തെ പറയുകയാണ്, ഞാൻ ലാലു സാറിനെ വിളിച്ച് പറയാം. അതിന് പകരം വേറെ ദിവസം ആഴ്ചപ്പെട്ടതിൽ ആഴ്ച മൊത്തം ഞാനിവിടെ ഇല്ല. പിന്നെ ഞായറാഴ്ച പോയിട്ട് ശനിയാഴ്ച വൈകിട്ടേ കടന്നു വരത്തുള്ളൂ. ഇതിന് പകരമായിട്ട് വേറെ ദിവസം അദ്ദേഹം അറേഞ്ച് ചെയ്യും. ഞാൻ ആ സമയത്ത് ക്ലാസ് എടുക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സർദീസ് സഭ എന്ന് പറഞ്ഞാൽ അത് നവീകൃതം. ആ സമയത്താണ് ഒരു ഉണർവിന്റെ കാറ്റ്, ആ കാലഘട്ടത്തിലാണ് വീശുവാൻ തക്കണം ഇടയായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിപ്പാൻ തക്കൊണ്ട് ആയി തീർന്നു. AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടമാണ് എഫെസോസ്. 170 മുതൽ 312 വരെയുള്ള കാലഘട്ടം സ്മുർന. 312 മുതൽ 606 വരെയുള്ള കാലഘട്ടം പെർഗമോസ്. 606 തൊട്ട് 1520 വരെയുള്ള കാലഘട്ടങ്ങൾ അത് അടുത്ത സഭ തുയത്തേരാ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സർദീസിന്റെ കാലഘട്ടം 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഇപ്പോൾ ഈ സഭയ്ക്ക് കൊടുക്കുന്ന 4 പ്രതിഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദമായി ചിന്തിക്കാൻ തക്കൊണ്ട് പോകുന്നത്. അത് വാക്യങ്ങൾ കുറേ ഉണ്ടെങ്കിൽ എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കാൻ തക്കൊണ്ട് സമയം കിട്ടത്തില്ലെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വിടുന്നതായിരിക്കും. ഇവിടെ 4 പ്രതിഫലം എന്ന് പറയുന്നത്, ജയിക്കുന്നവൻ അവർ യോഗ്യന്മാരാകിയാൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ഒന്നാമത്തെ പ്രതിഫലമാണ് വെള്ള ഉടുപ്പ് ധരിക്കുക എന്നുള്ളത്. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയത്തില്ല. അവന്റെ പേര് ഞാൻ മായ്ച്ച് കളയത്തില്ല. അതാണ് രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രതിഫലം, എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. 4 പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, 1 വെള്ള ധരിക്കും. 2 നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്നോട് കൂടെ നടക്കും. കേട്ടോ, അതാണ് എന്നോടുകൂടെ നടക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതിഫലം. മൂന്നാമത്തെ പേരെന്ന് പറഞ്ഞാൽ അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയുകയില്ല. പിന്നെ 4-ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനെ ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. ഇതാണ് 4 പ്രതിഫലങ്ങൾ. പരീക്ഷയ്ക്ക് വരുന്നതാണ്. നമ്മുടെ ലവോദിക്ക സഭയുടെ തീർന്നു കഴിഞ്ഞാൽ 4-5 അധ്യായങ്ങൾ ഈ ഡിസംബർ മാസത്തിനകം ഗ്രാജുവേഷൻ നടക്കുന്ന മുമ്പ് ഞാൻ തീർക്കും. അത് കഴിഞ്ഞുള്ള എക്സാമിനേഷനൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കാൻ തക്കണം. ഇപ്പോൾ തന്നെ അത് തയ്യാറാക്കി ഇത് ഇരുന്നു കൊള്ളണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യം ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്. ജയിക്കുന്നവനെ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ജയിക്കുന്നവനെ. ഏത് പ്രതിഫലം കൊടുക്കത്താലും ജയാളികൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മളെല്ലാവരും ജയാളികളായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഭാവികാല സംഭവങ്ങളെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഈ 2-3 അധ്യായങ്ങളിൽ സഭകൾ കൊടുത്തിരിക്കുന്ന ദൂത് നമ്മൾ ആഴമായി പഠിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ദൂത് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകാൻ തക്കണം ഒക്കെന്നുള്ള കാര്യം നമുക്കറിയാൻ വയ്യാതെ പോകും. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ എങ്ങനെ ജീവിക്കണമെന്നൊരു മാതൃക കാണിച്ചു തന്നിട്ട് പോയി. അത് യേശു അത് കാണിച്ചു തന്നു. ഇനി നമ്മൾ ആ മാതൃകയിൽ കൂടെ നമ്മൾ നടക്കേണ്ടതും കൂടെ നടന്നാൽ മാത്രം മതി. ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം, 1-ാമത്തെ പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1, അവർ വെള്ള ഉടുപ്പ് ധരിക്കും. എല്ലാവരുടെയും മുഖം കണ്ട് സംസാരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അത് ഈ വെള്ള എന്നുള്ളത് സ്വർഗീയന്മാർക്കുള്ള ഒരു പ്രതിഫലമാണ്. സ്വർഗീയ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ വേഷമാണ് ഈ വെള്ള എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ വിവിധ കളറുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഈ വസ്ത്രങ്ങൾ കൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ ചെന്ന് അവിടെ ചെന്ന് ഉടുക്കാന്ന് വിചാരിച്ച് പെട്ടിയൊന്നും ആരും അടുക്കി വെക്കല്ലേ. നമ്മൾ ജയാളികളായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വർഗീയ ശരീരം പ്രാപിക്കും. നമുക്കവിടെ ലഭിക്കാൻ പോകുന്നത് പ്രതിഫലങ്ങളിൽ ഒന്നാണ് വെള്ള ധരിക്കുക എന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാമത്തെ വാക്യം എടുത്ത് വെച്ചെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുവിടാം. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾക്ക് തന്നെ. നോക്കണമേ, ഇത് മണവാട്ടിയെ കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന, അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പ്രതിഫലങ്ങളിലൊന്നാണ് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. അവിടെ ചെല്ലുന്ന സമയത്ത് ഇത് മനസ്സിലാക്കണം, പ്രതിഫലത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗീയ ശരീരത്തോടാണ് സ്വർഗത്തിൽ എടുക്കപ്പെടുന്നത്. എന്നാൽ അവിടെ പ്രതിഫലം വിഭജിക്കുന്നുണ്ട്. സർദീസ് സഭയോട് പറയാണ്, നിങ്ങൾ ജയിച്ചാൽ
ജയാളികളായി തീർന്നാൽ നിങ്ങൾക്ക് വെണ്മ വസ്ത്രം ലഭിക്കും. അത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. ഇവർ നീതിമാന്മാരായി ജീവിച്ചവരും തങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിച്ചവരുമാണ്. ജഡജീവിതത്തിൽ ജയാളികളായി തീർന്നവരാണിവർ. ഇവർ ജയിച്ചവരാണ്. വെള്ള നിറം സ്വർഗീയ അവസ്ഥയെ കാണിക്കും. സ്വർഗീയ വേഷത്തിന്റെ വിശേഷത വെണ്മയിലാണ്. ജീവിത വിശുദ്ധിയാൽ ആത്മീയ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാന്യതയേറിയ ഒരു അവകാശമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു സഭയെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാലിന്യം ഭവിക്കാതെ നമ്മളെ തന്നെ കാസൂക്ഷിക്കണം. വിശുദ്ധന്മാർ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. സഭാപ്രസംഗി 9:8 നമ്മുടെ ശലോമോൻ രാജാവ് ഈ വെള്ള വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വെള്ള വസ്ത്രത്തെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. സഭാപ്രസംഗി: നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. മാറി മാറി വായിക്കണേ, കാരണം മറ്റവരും വായിക്കാൻ തുടങ്ങിയിരിക്കാൻ ഞങ്ങളുടെ വായന എനിക്ക് വലിയ ഇഷ്ടമാണ്. ശലോമോൻ പറയുന്നുണ്ടെന്ന് അറിയാമോ? നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ശലോമോൻ വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം താൻ എഴുതിയ ഒരു പുസ്തകമാണ് ഈ സഭാപ്രസംഗയുടെ പുസ്തകം. തൻ്റെ യൗവന പ്രായത്തിൽ താൻ എഴുതിയ ഒരു പുസ്തകമാണ് ഉത്തമഗീതം. തൻ്റെ മധ്യാഹ്ന പ്രായത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ് സാദൃശ്യവാക്യം. മനസ്സിലാക്കണം, ഒന്നോർക്കണം. തൻ്റെ യൗവന പ്രായത്തിൽ താൻ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. തൻ്റെ പ്രായത്തിന്റെ മധ്യാഹ്ന സമയത്ത് താൻ എഴുതിയ പുസ്തകമാണ് സദൃശ്യവാക്യം. സദൃശ്യവാക്യത്തിൽ ഒരു 150 മുത്തുകൾ എന്നുള്ളൊരു വിഷയം എനിക്കുണ്ട്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് സദൃശ്യവാക്യം. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകം എന്ന് പറയുന്നത്, അത് അവിടെ എഴുതിയിരിക്കുന്നത് താൻ വാർദ്ധക്യം ചെന്നതിന് ശേഷം സൂര്യന് കീഴിലുള്ള എല്ലാം മായയാന്ന് പറഞ്ഞ് താൻ പ്രസ്താവിക്കുന്നതോടൊപ്പം പറയുകയാണ്, ജീവിതം സൂക്ഷിക്കണം, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ തലയിൽ കുറയാതിരിക്കണം. നമ്മുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിന് നമുക്ക് പഠിപ്പാൻ തക്കുള്ളത്, ജീവിതമാകുന്ന വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കാൻ തക്കണം സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതേ, ജയിക്കുന്നവർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നിത്യതയിൽ മുഴുവൻ കർത്താവിനോടുകൂടി വാഴുന്ന ആ സന്ദർഭം. അവിടെ വേറെ വേറെ മാറി ഉടുക്കത്തക്കോണം കളറുള്ള കാഞ്ചീപുരം സാരി ഒന്നും ഉടുക്കാൻ തക്കോണം അതവിടെ ഇല്ല. അത് നിത്യത മുഴുവൻ. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വസ്ത്രത്തിന്റെ മോഹം ഒരിക്കലും തീരത്തില്ല. ഇവിടെ അമേരിക്കയിൽ എൻ്റെ സഭയിൽ ഒരു സഹോദരിക്ക് 200 ചില്ലുവാൻ സാരിയുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഏതാ ഉടുക്കേണ്ടതെന്നുള്ളത് ഞായറാഴ്ച വലിയ അത് പ്രശ്നമാണ്. അവിടെ ഭർത്താവിനോട് ഇത് ഉള്ള കാര്യമായി പറയുന്നുണ്ടോ, പിന്നെയും സാരി പഠിച്ചു കൂട്ടുക. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരുടെയും വസ്ത്രത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തക്കവണ്ണം ഇടവരാതെ എല്ലാവരും ധരിച്ചിരിക്കുന്ന ഒരേ വസ്ത്രമാണ് വെണ്മ വസ്ത്രം. അതും ധരിച്ചുകൊണ്ടാണ് നമ്മൾ വാഴാൻ പോകുന്നത്. റോമാ സാമ്രാജ്യം യുദ്ധത്തിലൊക്കെ വിജയം ആഘോഷിക്കുമ്പോൾ എല്ലാ പൗരന്മാരും വെള്ളവസ്ത്രം ധരിച്ചിരിക്കണം നിയമമായിരുന്നു. ഈ റോമൻ സാമ്രാജ്യം 4 സാമ്രാജ്യമാണ് ലോകത്ത് എഴുന്നേറ്റത്: ബാബിലോൺ, മേദ്യപാർസ്യ, ഗ്രീസ്, അവസാനത്തെ സാമ്രാജ്യം റോമാ സാമ്രാജ്യം. ഇതൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ആഴമായി വിശദമായി പഠിക്കുകയാണ്. ഇന്ന് ഞാൻ തൂലിയാറ്റിൽ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 6ാമത്തെ ക്രോധകലശം. 1 മണിക്കൂറിൻ്റെ അടുത്ത്, ഇനി 1 മണിക്കൂറുടെ എടുത്തെങ്കിലേ ആ ക്ലാസ് തീർത്തുള്ളൂ. ഞാൻ വളരെ വിശദമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആൾക്കാരുടെ ഉള്ളത്തിൽ എല്ലാ ഭാഗങ്ങളും സംശയങ്ങൾ തീർത്താണ് പഠിപ്പിക്കുന്നത്. റോമാ സാമ്രാജ്യം യുദ്ധത്തിലൊക്കെ ജയിച്ചു വരുമ്പോൾ അവിടെ അവരുടെ നിയമമായിരുന്നു, ഇത് ആഘോഷിക്കാൻ വരുമ്പോൾ പൗരന്മാരെല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചിരിക്കണമെന്ന്. വിജയാളികളാണ് ഈ വെള്ള വസ്ത്രം ധരിക്കുന്നത്. സ്വർഗത്തിൽ ചെല്ലുന്നവരും വിജയാളികളാണ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നല്ലേ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്. സ്വർഗത്തിലേക്ക് ക്രിസ്തുവിന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർക്ക് 2 മുദ്രാവാക്യങ്ങളാണുള്ളത്. അതിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവർ പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ. ഇത്രയും നാൾ ഞങ്ങളുടെ മേൽ ജയം തന്ന് നീ ഞങ്ങളെ അവിടെ ഇട്ടിരിക്കുന്നു, നീ ജയിച്ചെന്ന് വിചാരിച്ചു. അവര് ഉയർത്തെഴുന്നേറ്റ് കഴിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പം അവര് കല്ലറെ നോക്കിക്കൊണ്ട് പറയാ, ഹേ മരണമേ നിന്റെ ജയം എവിടെ. രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാര്
അത് വിളിച്ചു പോവും. അവർ പറയും, മരണമേ, നിന്റെ വിഷമുള്ളവിടെ. ആ മരണം എന്ന് പറഞ്ഞ ഒരു വിഷമുള്ള, അതിനെ ഞങ്ങൾക്ക് ജയിപ്പാൻ തക്കോടിയായി. ഈ രണ്ട് കൂട്ടിൽ ഒന്നിച്ച് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ യോഗ്യന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നതാണിത്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് ഇറങ്ങും. അവർ യോഗ്യന്മാരാണ്. നമ്മൾ യോഗ്യന്മാര് എന്നുള്ള പദത്തിൽ പല ഭാഗങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ കഴിയും. ഞാൻ ആ വാക്യമൊന്നും എഴുതിയില്ല. മത്തായി 3:8 വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. നിങ്ങൾ എഴുതിയിട്ടാൽ മതി. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. നമ്മൾ ഫലം കായ്ക്കുന്നെങ്കിൽ ആ ഫലം യോഗ്യതയുള്ളതായിരിക്കണം. എന്താണ് ഫലം? നമ്മൾ ഗലാത്യലേഖനം 5:22 വാക്യം വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, പരോപകാരം, ഇങ്ങനെ നമ്മൾ വായിക്കുന്നില്ലേ? 9 കൂട്ടം ഫലം. അതാണ് മാനസാന്തരത്തിൽ നമ്മൾ കായ്ക്കുന്നെങ്കിൽ അത് യോഗ്യമായ ഫലം കായ്ക്കണം. ഒരുത്തന്റെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ എൻ്റെ പ്രിയ തപനെ ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. നല്ല ഫലം കായ്ക്കുമെന്നുള്ള നിലയിൽ നല്ല വക മുന്തിരി അതിൻ്റെ അകത്ത് നട്ടിട്ട് അതിന് വേലി കെട്ടി അതിൻ്റെ അകത്തെ കല്ലെല്ലാം എടുത്തു കളഞ്ഞു, കളകളെല്ലാം പറിച്ചു കളഞ്ഞു, നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തു. മുന്തിരിങ്ങ, യോഗ്യമായ മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നപ്പോൾ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. നമ്മൾ കായ്ക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നമ്മുടെ വാക്കുകളൊക്കെ അതേ യോഗ്യമായിരിക്കണം. അതിനെക്കുറിച്ച് ആറ്റരികത്ത് ഫലം കായ്ക്കുന്നതും കേട്ടോ, ഫലപ്രദമായ ആ വൃക്ഷത്തെക്കുറിച്ച് വായിക്കുന്നില്ലേ? അവൻ ആറ്റരികത്ത് നിൽക്കുമ്പോൾ നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ആറ്റരികത്ത് നിന്നുകൊണ്ട് നല്ല ഫലം കായ്പാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 തിമോഥെയോസ് 2:9 വായിക്കുമ്പോൾ 1 തിമോഥെയോസ് 2:9 സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. യോഗ്യമായ വസ്ത്രം ധരിക്കണം. അവിടെ വായിക്കുന്ന ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് യോഗ്യമായിരിക്കണം. ആരാധന കടന്നു വരുമ്പോൾ അത് യോഗ്യമാണ്. പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ മത്തായി സുവിശേഷം 22-ാം അധ്യായം വായിക്കുമ്പോൾ, സ്നേഹിതാ, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ അകത്ത് വന്നത് എങ്ങനെ എന്നാണ് വായിക്കുന്നത്. ആദാമും ഹവ്വായും അവരുടെ യോഗ്യമായ വസ്ത്രം അവർ തന്നെ നശിപ്പിച്ചു. അവർ തന്നെ അത്തിയില കൊണ്ട് വസ്ത്രമുണ്ടാക്കി അത് വെയിലുറച്ചപ്പോൾ ഉണങ്ങിപ്പോയി. ആ നിലയിൽ ദൈവത്തിന് സന്നിധിയിൽ വന്നു നിൽക്കാൻ തക്കൊന്നും അവർ യോഗ്യത ഉള്ളവരല്ലെന്ന് അവർക്ക് മനസ്സിലാക്കി. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ പുരുഷന്റെ വസ്ത്രം, ആവർത്തനം 22:5 വായിക്കുമ്പോൾ പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കാൻ പാടില്ല. ഇന്ന് അങ്ങനെ നടക്കുന്നില്ലേ? അതൊക്കെ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണ്. പ്രത്യേകമായി ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീയുടെ വസ്ത്രം. 3-ാമത്തെ വിഷയം, ഞാൻ സമയം പോകുന്നത് ധൃതി പറയാണ്. 1 തെസ്സലോനിക്കർ 2:11 വാക്യം വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 2:11 വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. വിളിച്ച വിളിക്ക് തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം യോഗ്യമായി നടക്കണം. വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ഞാനാണ് വിഷയം പിടിക്കാണ്. അപ്പോസ്തലപ്രവൃത്തി 5:41 വായിക്കുമ്പോൾ യോഗ്യരായി അപമാനം സഹിക്കണം. നമ്മൾ അപമാനം സഹിക്കണം. അവർ ഇങ്ങനെ ഇരിക്കുന്നത്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. എനിക്ക് ആ വാക്യം വലിയ സന്തോഷമാണ്. എന്താണെന്നറിയാമോ? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. 5 കൂട്ടം യോഗ്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. യോഗ്യമായ ഫലം കായ്ക്കണം, യോഗ്യമായ വസ്ത്രം ധരിക്കണം, യോഗ്യമായി നടക്കണം, പിന്നെ യോഗ്യരായി അപമാനം സഹിക്കണം. പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോഴോ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമായ വാക്കുകൾ സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ? യോഗ്യമായ സംസാരമായിരിക്കണം നമ്മുടെ സംസാരം. ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നത്, എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ സുവിശേഷം ചെയ്യുന്നു. അവിടെ ആകെ 50
പ്രവർത്തനം ഉണ്ടെന്ന് ചിലരൊക്കെ പൊലിപ്പിച്ച് പറയും. 500 പ്രവർത്തനമുണ്ട്. നമ്മൾ അതിശോക്തി ഒരിക്കലും പറയരുത്. ഉള്ളതുപോലെ പറയാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ ആ നിലയിൽ പിടിപ്പാൻ തൊക്കെ ഉണ്ടായി. അത് ഞങ്ങളുടെ കോൺഫറൻസിൽ വെച്ചാണ് 500 പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതേപ്പറ്റി അന്വേഷിച്ചപ്പം 55 പ്രവർത്തനങ്ങളേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ അതിശയോക്തി പറയരുത്. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തതുമായ യോഗ്യമായ വാക്കുകളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവർ യോഗ്യന്മാരാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ വെള്ളവസ്ത്രം ധരിക്കുമ്പോൾ അവർ യോഗ്യന്മാരാണെന്ന് അവർ വിളംബരം പോവുകയാണ്. ദാനിയേൽ പ്രവചനം 7:9 വായിച്ച്. ദാനിയേൽ പ്രവചനം 7:9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ദൈവത്തിന്റെ വസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച്. നിത്യനായ ദൈവം എന്റെ സങ്കേതം, കീഴിലോ ശാശ്വതമായ ഭുജങ്ങളുണ്ട്. ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത്. സ്വർഗത്തിൽ ദൈവമക്കളെ വെള്ളേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. വെണ്മ വസ്ത്രം സ്വർഗത്തിൽ വെള്ളേ ഉള്ളൂ. നമ്മുടെ ദൈവത്തിന്റെ വസ്ത്രം തന്നെ ഹിമം പോലെ വെളുത്ത വസ്ത്രം എന്നാണ് ദാനിയേൽ പ്രവചന ദർശനം കണ്ടപ്പോൾ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഇനി നമ്മൾ സഭ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരുടെ വസ്ത്രം എങ്ങനെയാണ് നമ്മളൊന്ന് വായിക്കാം. വെളിപ്പാട് 4:4 വായിച്ച്. വെളിപ്പാട് 4:4. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. നോക്കണമേ, എനിക്ക് നമ്മൾ ഇത് വെളിപ്പാട് 4-ാം അധ്യായം പഠിക്കാൻ പോകുന്നേ. സഭ സ്വർഗത്തിൽ എടുക്കുമ്പോഴും ഇത് നമ്മളാണെന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ്. അവരുടെ ഇരിപ്പ് എവിടാന്നറിയാമോ? സിംഹാസനത്തിൽ. അവരുടെ തലയിൽ പൊൻകിരീടം. അത് അവർ രാജാക്കന്മാരാണെന്ന് അറിയിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു ധൂപകലശമുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവർ പുരോഹിതന്മാരാണെന്ന് വിളിച്ചറിയിക്കുന്നു. അവർ പാടുന്ന പാട്ട് വീണ്ടെടുപ്പിന്റെ പാട്ടാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങൾ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് നമ്മളാ. ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളും അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ 12 ഗോത്രങ്ങളും പഴയ നിയമ വിശുദ്ധന്മാരെയും പുതിയ നിയമ വിശുദ്ധന്മാരെയും പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ 24 മൂപ്പന്മാർ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കണം. 21-ാം അധ്യായം പുതിയ യെരൂശലേം ഉണ്ടല്ലോ. ആ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് നമ്മൾ മണവാട്ടി, നമ്മൾ താമസിക്കുന്ന കെട്ടിടമാണ്. അവിടെ 12 ഗോത്രങ്ങളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിച്ച് ചേർന്നതാണ് 24 എന്ന് പറയുന്ന സംഖ്യ. ആ 24 എന്നുള്ള സംഖ്യ കൊടുക്കാൻ കാരണം 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ ശലോമോൻ രാജാവിന്റെ ദേവാലയത്തിൽ, പണിയിച്ച ദേവാലയത്തിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെ 24 കൂറുകളായി തിരിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. നമ്മൾ സക്രിയാവിനെ കുറിച്ച് വായിക്കുമ്പോൾ അബിയാക്കൂറിന്റെ അവന്റെ കൂറ് വന്നപ്പോൾ ചീട്ട് വീണു, അവൻ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നു. 24 എന്നുള്ള സംഖ്യ ഇവിടെ വീക്ഷിച്ചിരിക്കുന്നത് അവർ പുരോഹിതന്മാരായതുകൊണ്ടാണ്. നമ്മളാണ് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ധരിച്ചിരിക്കുന്ന നമ്മുടെ വസ്ത്രം എന്താ? കാഞ്ചീപുരം സാരിയാണോ? അല്ല. അവിടെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വെണ്ണ വസ്ത്രം. 24 മൂപ്പന്മാർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് അവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് ഉള്ള നിലയിലല്ല, സ്വർഗത്തിലെ ദൂതന്മാരുടെ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സ്വർഗത്തിലെ ദൂതന്മാരുടെ ശരീരം എങ്ങനെയാണോ അതേ നിലയിൽ നമ്മൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഇനി 7-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ച്. വെളിപ്പാട് ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അയ്യോ, 7-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇത് മഹോദരകാലത്ത് നടക്കുന്ന സംഭവം. 4-ഉം 5-ഉം അധ്യായങ്ങൾ സഭ സ്വർഗത്തിൽ. 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അന്തിക്രിസ്തുവിനെ അഴിച്ചുവിടുന്നു. മഹോദരകാലം ആരംഭിക്കുന്നു. മഹോദരകാലത്തിൽ ധാരാളം പേർ രക്തസാക്ഷികളായിട്ട് മരിക്കും. മൃഗത്തിന്റെ മുദ്രയാക്കാത്തവരും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാതെ സ്വയമേ കർത്താവിന് വേണ്ടി മരിക്കാൻ തക്കണം ഏൽപ്പിച്ചു കൊടുത്ത ഒരു വലിയ പുരുഷാരത്തെയാണ് അവിടെ കാണുന്നത്. അവർ വായിക്കുന്ന കുരുത്തോല പിടിച്ച ഒരു മഹാപുരുഷാരം. ആ കുരുത്തോല അവരുടെ വിജയാളികളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. കുരുത്തോല പിടിച്ചൊരു മഹാപുരുഷാരം. അവര് എങ്ങനെ അവരുടെ വസ്ത്രം വെള്ള
ഉടുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മഹോദരകാലത്തും രക്ഷിക്കപ്പെട്ട് രക്തസാക്ഷികളായിട്ടും മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവരുടെ ഒരു വലിയ കൂട്ടമാണ് അവിടെ കാണുന്നത്. അവരെല്ലാവരും ധരിക്കുന്നു, വെള്ള ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അതെന്തിനെ കാണിക്കുന്നു? അവർ ജയാളികൾ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. രക്തസാക്ഷികളുടെ വേറൊരു കൂട്ടത്തെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 6-11 വായിച്ചേ. അപ്പോൾ അവരിൽ ഒരുത്തനും വെള്ള നിലയെങ്കി കൊടുത്തു, അവരെ പോലെ കൊല്ലുവാൻ. അപ്പോൾ അവർക്ക് വെള്ള നിലയെങ്കി കൊടുത്തു. അവിടെ ഒരു നിലവിളി കേൾക്കാം. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ രക്തസാക്ഷിയുടെ ആത്മാക്കൾ കിടന്ന് നിലവിളിക്കുകയാണ്. ഭൂമിയിൽ വസിക്കുന്നവരോട്, ഞങ്ങളെ ഇത്രയും നാൾ ഉപദ്രവിച്ച അവരോട് നീ ഇതുവരെയും അവർക്ക് പ്രതികാരം കൊടുക്കുന്നില്ലേ എന്ന് ഒരു ചോദ്യം അവരിൽ നിന്നുണ്ടായി. അവർ ആത്മാക്കൾക്ക് സംസാരിക്കാൻ കേട്ടോ. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആത്മാക്കൾ സംസാരിക്കാം. ഞാൻ എൻ്റെ ശരീരത്തോടാണ് എടുക്കപ്പെടുന്നത്, അദ്രത്വമാർന്ന ഒരു ശരീരത്തോടും വിന്മയമായ ശരീരത്തോടും ആണ് നമ്മൾ എടുക്കപ്പെടാതെ കൊണ്ട് പോകുന്നത്. നമുക്ക് സംസാരിക്കാം. CV ആൻഡ്രൂസിന് അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ സംസാരിക്കാം, അവർ സംസാരിക്കും. ഇവരുടെ ആത്മാക്കളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഭൂമിയിൽ വസിക്കുന്നവരോട് പ്രതികാരം, നമ്മൾ ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ വിശദമായി ശ്രദ്ധിക്കുക. ഭൂമിയിൽ വസിക്കുന്നവരോട് നീ എപ്പോൾ പ്രതികാരം നടത്തുമെന്ന് ചോദിച്ചപ്പോൾ പറയാം, അല്പകാലം കൂടെ സ്വസ്ഥമായി പറക്കുക. ഇവരെ പോലെ രക്തസാക്ഷികളായിട്ട് മരിച്ചു വരാൻ തക്കണം ഇനി അനേകരുണ്ട്. ആ ഒരു കൂട്ടരാണ് കുരുത്തോൽ പിടിച്ച മഹാപുരുഷാരം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ഓരോരുത്തർക്കും കളറുള്ള ഓരോ പാൻറ്റും ഷർട്ടും കൊടുത്ത് നല്ല വായിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും വെള്ള നിലയങ്കി കൊടുത്തു, അങ്കി കൊടുത്തു, അല്പം കൂടെ സ്വസ്ഥമായി പാർക്കുക. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ വിശേഷ വസ്ത്രം വെള്ള വസ്ത്രമാണെന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പാൻ തക്കൊണ്ട് കഴിയും. അവന്റെ വസ്ത്രം എത്ര മഹിമയേറിയ വസ്ത്രമാണ് നമുക്ക് പ്രതിഫലം ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. ഈ 4 പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ തക്കണം പോവുകയാണ്. ജയിക്കുന്നവന് ഞാൻ വെള്ള വസ്ത്രം ധരിപ്പാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറുവ മലയിൽ പ്രവേശിച്ച കാര്യം മത്തായി സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം പോലെ വെള്ളയായി തീർന്നു. ഒരാള് വായിക്കേ. എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറുവമലയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവിടെ കയറ്റി 9 പേര് താഴെ നിൽക്കുക. 9 പേര് താഴെ നിൽക്കുക. അവരെ മറുവമലയിലേക്ക് കൊണ്ടുപോയി. ആ 9 പേർക്കും വാസ്തവത്തിന്റെ അസൂയൊക്കെ തോന്നേണ്ടതാണ്. ഇവരെ 3 പേരെ മാത്രം ഈ രഹസ്യം ഒന്ന് കാണിക്കാൻ, കർത്താവിന്റെ ശരീരത്തിന്റെ വലിപ്പം ഒന്ന് കാണിക്കാൻ. കർത്താവിന്റെ ശരീരത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അതേ ദേഹം എന്ന തിരശ്ശീല കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ആ ശരീരത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് എബ്രായലേഖനം 9:11-12 വായിക്കുമ്പോൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരുഷനായി വന്നിട്ട് കൈപ്പണി അല്ലാത്ത ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം എന്ന് വായിക്കുന്നത്. വലിപ്പവും തികവുമേറിയ കൂടാരം. പുറമെ നോക്കുമ്പോൾ തച്ചന്റെ മകൻ, അതിന് വലിപ്പം കുറവായിരുന്നു. ഒരു തിരശ്ശീല കൊണ്ട് മൂടി മറച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിന്റെ വലിപ്പം ഒന്ന് കാണിക്കാൻ തക്കൊണ്ട് തീരുമാനിച്ചു. അതിനാണ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു. തെരശ്ശീലയുടെ അല്പം, ദേഹം എന്ന തെരശ്ശീലയുടെ ഒരല്പം ഭാഗം എടുത്തുകൊണ്ട് മാറ്റി. ഭൂമിയിൽ ഒരു അലക്കാരനെ കൊണ്ടുപോലും വെളുപ്പിക്കാൻ വയ്യാതെ വണ്ണം അവന്റെ വസ്ത്രം വെണ്മയായി തീർന്നു. അവിടെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ആ സമയത്ത് മോശ ഏലിയാവും സ്ഥലം വിട്ടു. കാരണം ഈക്വലായിട്ട് കർത്താവിനോടൊപ്പമായിട്ട് പത്രോസ് അവരെ പരിഗണിച്ചു. അവർ പറഞ്ഞു ഞങ്ങളില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠനാണ് ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു ക്രിസ്തു. അവരന്നേരം സ്ഥലം വിട്ടു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കിട്ടും, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുത്തി. മത്തായി 17-ാം അധ്യായത്തിലും 1 മുതലുള്ള വാക്യങ്ങളിലും, മർക്കോസ് 9:3 മുതലുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് 9:29 മുതലുള്ള വാക്യങ്ങളിലും ഈ ഭാഗം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. സ്വർഗീയന്മാരുടെ വേഷം എന്ന് പറയുന്നത് വെള്ള വസ്ത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വസ്ത്രം നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്ന അതേ മാന്യമായ ഒരു വസ്ത്രമാണ് നമ്മൾ ധരിക്കാൻ തക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാൻ തക്കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. 2ാമത്, ജയിക്കുന്നവർ വെള്ള ഉടുപ്പ് ധരിക്കും, അവർ എന്നോടുകൂടെ നടക്കും. അതാണ് 2ാമത്തെ പ്രതിഫലം.
അവർ എന്നോട് കൂടെ നടക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലത്തിന് ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ എത്തി. ഈ വസ്ത്രം പ്രതിഫലമായി കൊടുക്കുന്ന ഒരു വസ്ത്രമുണ്ട്. നമ്മളെല്ലാവരും വെണ്മ വസ്ത്രമാണ് അത് ധരിക്കുന്നത്. ഞാൻ സ്വർഗത്തിലെ വസ്ത്രം വെള്ളയാണെന്ന് അത് പറഞ്ഞു നമ്മളെല്ലാവരും ധരിക്കാൻ പോകുന്ന വെണ്മ വസ്ത്രമാണ്. എന്നാൽ പ്രതിഫലമായി കൊടുക്കുന്ന വസ്ത്രമുണ്ട്. പ്രതിഫലത്തിന്റെ ഒരു ഭാഗമാണ് വെണ്മ വസ്ത്രം. അതൊരു പ്രത്യേക വസ്ത്രമാണ്. അത് ധരിക്കുക മാത്രമല്ല എന്നോട് കൂടെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. റോമൻ സാമ്രാജ്യത്തിലെ പേർഷ്യൻ രാജധാനി, റോമല്ല, പേർഷ്യൻ രാജധാനിയിലെ രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ പടയാളി രാജാവിനോടുകൂടെ നടക്കാൻ തക്കോണം അവന് പദവി കൊടുത്തിട്ടുണ്ട്. രാജകീയ പദവിയാണ്. ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്നത്. ഇത് ചരിത്രമാണ്. പേർഷ്യൻ സാമ്രാജ്യം, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ്. ഇറാന്റെ പഴയ പേരാണ് പേർഷ്യ. ആ രാജധാനിയിൽ രാജാവ് വിശ്വസ്തനായ പ്രജയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് ഉദ്യാനത്തിൽ തന്നോട് കൂടെ നടക്കാൻ തക്കോണം ക്ഷണിക്കുക എന്നുള്ളത്. അത് എത്ര ഒരു പദവിയാണ്. നമ്മളിപ്പോൾ അത് ട്രംപിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ആ ഫോട്ടോ വെച്ച് എത്ര പേരെ കാണിക്കും. അതൊരു പദവിയല്ലേ. ഉമ്മൻചാണ്ടി ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ച ഒരു സ്കൂളിൽ പഠിച്ചതാണ്, പുതുപ്പള്ളി ഹൈസ്കൂളിൽ. അദ്ദേഹം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ 2-3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് ഞാനും അദ്ദേഹം അന്നും അദ്ദേഹം വിശ്വസ്തയോടെ നിന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ പേരിൽ ഒരു അയോഗ്യതയും, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലവ് ലെറ്റർ ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ, ഒരു നിലയിലും അദ്ദേഹത്തെ ആ നിലയിൽ ഒരു കുറ്റം കണ്ടുപിടിപ്പാൻ ഇല്ലാതെ ഞാൻ അദ്ദേഹവുമായിട്ട് സഹകരിച്ച ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നെ കാണാൻ വരും. എനിക്കെന്തോ ഒരു പദവി എന്നറിയാമോ. ഉമ്മൻചാണ്ടി വരുമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തെ സന്തോഷം. ഉമ്മൻചാണ്ടിയുമായിട്ട് ഒന്നിച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞതൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അത് ഇടുന്ന തന്നെ ഒരു അഭിമാനം പോലെ. ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഫോട്ടോ എടുക്കുക, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രസംഗം ചെയ്തു. അത് യൂട്യൂബിലും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അത് ഏകദേശം ഒരു 45 മിനിറ്റ് നേരത്തെ പ്രസംഗമായിരുന്നു. അത് അങ്ങ് വൈറലായി. ലോകം ഒട്ടുക്കെ അനേകരെ 1,00,000 പേര് എൻ്റെ പ്രസംഗം കേട്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് കമന്റുകളിട്ട് പറ്റുമല്ലോ അതിനോട് ചേർന്ന് പല രാഷ്ട്രീയ നേതാക്കളും അതിനോട് ചേർന്ന് പ്രസംഗിച്ച് അമേരിക്കയിലെ പാസ്റ്റർ CV ആൻഡ്രൂസ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ അവതരണം എന്ന് പറഞ്ഞ് വളരെ പ്രശംസിച്ചതിനെ കുറിച്ച് എഴുതാനിടയായി. എനിക്കെന്തൊരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇന്ന് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം തമ്പുരാൻ പറയാണ്, ജയിക്കുന്നവൻ എന്നോടുകൂടെ നടക്കും എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ആ കോൺഫറൻസിലെ അത് ന്യൂജേഴ്സിയിലെ എൻ്റെ അനുഭവം പറയാം. ഞാൻ അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടുള്ള അനേക ചെറുപ്പക്കാരും ഒരുപാട് പേരുടെ വിവാഹം നടത്തി കൊടുത്താണ്, ഒരുപാട് പേരെ പഠിപ്പിച്ചതാണ്. അവർക്ക് ഇന്ന് ഒരുപാട് പേര് അമേരിക്കയിലുണ്ട്. എന്നെ കാണാൻ തക്കണം ആഗ്രഹത്തോടെ കൊതിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ ചെന്ന് എനിക്ക് ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ തക്കണം ഒത്തില്ല. എല്ലാവരും എൻ്റെ ചുറ്റും വന്നിരുന്ന കരയുക. അവരെൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. 100 കണക്കിന് ഫോട്ടോ എടുത്ത് ഇപ്പം ഫേസ്ബുക്കിൽ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, അവർക്ക് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നത് അവർക്കൊരു അഭിമാനമാണ്. ഞാൻ പറഞ്ഞു വന്നിട്ട് താല്പര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഓർക്കണം, ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അതേ പഠിക്കുന്ന വളരെ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചിട്ടുണ്ട്. പാർശ്വ നാട്ടിൽ വരുമ്പം അഗാപ്പെ ബൈബിൾ കോളേജിൻ്റെ അവിടെ വരുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് വരണേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. കാരണം ജീവിക്കുന്ന ഒരു വ്യക്തി, വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ, ജീവിതത്തിൽ കളങ്കം പറ്റാതെ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ ഒരു ഫോട്ടോ എടുക്കുക, അവരോട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതേ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉദ്യാനത്തിൽ കൂടെ വിശ്വസ്ത പ്രജയ്ക്ക് രാജാവിന്റെ കൂടെ നടക്കാൻ തക്കൊണ്ട് അവകാശം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അന്ന് വിളിച്ചിരുന്ന ഉദ്യാന കോട്ടാളി എന്നാണ്. ഉദ്യാന കൂട്ടാളി എന്നാണ് അവർക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ജയിക്കുന്നവൻ എന്നോട് കൂടെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഉൽപ്പത്തി പുസ്തകം 5:24 വായിച്ചേ. ഉൽപ്പത്തി 5:24. ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവരെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു കേട്ടോ. ഞാൻ സമയം കൂടെ നോക്കുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ
എടുത്തോട്ടതിനെ കാണാതായി. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് വേദപണ്ഡിതന്മാർ ഇട്ടിരിക്കുന്ന പേര് ശവപ്പറമ്പെന്ന. ഇന്നാരും മരിച്ചു, അടക്കി, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എന്നാൽ അതിന്റെ ഇടയിൽ വെള്ളി നക്ഷത്രം പോലെ ശോഭിക്കുന്ന ഒരു ഭാഗമാണ് ഹാനോക്കിന് ചരിത്രം. അവന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. 65-ാമത്തെ വയസ്സിലാണ് അവൻ ദൈവത്തോടു കൂടെ നടക്കാൻ ആരംഭിച്ചത്. നടന്നു. അത് എത്ര സംവത്സരം നടന്നു? 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ തന്നെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വിവാഹ ജീവിതം ഒരിക്കലും കർത്താവിനോടുകൂടെ നടക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കണം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ തന്നെയാണ് കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്നത്. പുത്രന്മാരും പുത്രിമാരും ജനിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തോട് അനേക പുത്രന്മാരെയും പുത്രിമാരെയും അവൻ ജനിപ്പിച്ചു. ദൈവത്തോട് കൂടെ നടന്ന ഒരു ഹാനോക്ക്. അത് ഗിന്നസ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ 300 വർഷം നടക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഹാനോക്കിനെ കുറിച്ച് പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നല്ല സാക്ഷ്യം പ്രാപിച്ചു. അവന്റെ ജീവിതം സാക്ഷ്യത്തോടെ ജീവിച്ചു. നല്ല സാക്ഷ്യത്തോടെ ജീവിക്കുന്നവൻ എന്നും പരാജയപ്പെട്ടു പോകത്തില്ല. ജീവിതത്തിൽ അവരുടെ വസ്ത്രത്തിന്മേൽ ചള്ള പറ്റാതെ, പൊടി പറ്റാതെ നമ്മളെ സൂക്ഷിക്കുന്ന ആ അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായി തീരട്ടെ. ഒന്ന്, ഹാനോക്ക് 65-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 65-ാമത്തെ വയസ്സിൽ നടപ്പാരംഭിച്ചു. അതും ദൈവത്തോടു കൂടെ. ഒരു കുറ്റം അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 300 സംവത്സരം നടന്നു. അവർ ഒരുപാട് വർത്താനം, കൂട്ടുകാരെ പോലെ വർത്തമാനം പറഞ്ഞു കാണും. അന്നത്തെ ജനത്തിന്റെ അധപതനത്തെ കുറിച്ചാണ് പറഞ്ഞത്. 300 സംവത്സരം കൂടെ നടക്കുകയും അവനൊരു പ്രവചനം പറയുകയും ചെയ്തു. അവനൊരു പ്രവാചകനായിരുന്നു എന്ന് യൂദായുടെ പുസ്തകം 6-7 വാക്യങ്ങൾ വായിക്കുന്നു. പ്രവചനമായിരുന്നു, പ്രവാചകനായിരുന്നു, പ്രസംഗിക്കുന്നവനായിരുന്നു. ഇതാ കർത്താവ് 1000 ഇഷ്ടന്മാരുടെ വന്നിരിക്കുന്നു എന്നവൻ പ്രവചിച്ചു. പഴയ നിമിത്തം അവന്റെ പ്രവചനം കാണാൻ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ അവൻ്റെ പ്രവാചകനായിരുന്നു. 300 സംവത്സരം ദൈവത്തോട് നടന്നു. അതേ 65-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ആ 300 വർഷവും അവൻ പ്രവചിക്കുന്നവനായിരുന്നു. ഇനി അവൻ പ്രവചിക്കുന്നതോടൊപ്പം തന്നെ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. എബ്രായലേഖനം 11-5 അവൻ നല്ല സാക്ഷ്യം പ്രാപിച്ചു. നല്ല 5 കൂട്ടം കാര്യമാണ്. 5-ാമത് അവനെ ദൈവം തമ്പുരാൻ അങ്ങ് എടുത്തു. മതി, നീ ഇനി പോരാൻ പറഞ്ഞു. ദൈവത്തിന്റെ പൈതലെ ദൈവത്തോടുകൂടെ നടക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ബലിയാളികളായി നമ്മുടെ ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കാൻ തക്കവണ്ണം ലൂക്കോസിന്റെ സുവിശേഷം 23:36 വായിച്ചേ. എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും എടുത്തോ, നിങ്ങൾ ശക്തരും യോഗ്യരുമെന്ന് എണ്ണപ്പെടേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഈ വാക്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എടുക്കാൻ താമസിക്കുമെങ്കിൽ എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ ശക്തരും യോഗ്യരുമെന്ന് എണ്ണപ്പെടേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ലൂക്കോസ് 23:36 കർത്താവിന്റെ ഉപദേശമാണിത്. ഇത് നമ്മൾ അനുസരിക്കണം കേട്ടോ. ഇവിടെ വായിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് യോഗ്യന്മാരായി എണ്ണപ്പെടുന്നത്. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാചകമാണ്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയുവാൻ തക്കണമാക്കിയിരിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യത്തിന്റെ പുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ ശക്തരും യോഗ്യരുമെന്ന് എണ്ണപ്പെടേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും. ലൂക്കോസ് 23:36 അങ്ങനെയുള്ളവരാണ് യോഗ്യന്മാരായി എണ്ണപ്പെട്ട് കർത്താവിനോട് നടക്കാൻ പോകുന്നത്. ഇനി 3-ാമത്തെ വിഷയം, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിന് മായ്ച്ചു കളയത്തില്ല. അവന്റെ പേര് അതൊരു വലിയൊരു വിഷയമല്ലേ. അവന്റെ പേര് നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ 3 പുസ്തകമാണ് സ്വർഗത്തിലുള്ളത്. ഒന്ന് ജീവന്റെ പുസ്തകം. ഇവിടെ വായിക്കുന്നു അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കത്തില്ല. നമ്മളിങ്ങനെ വായിക്കുന്നു, അതേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കാമോ? ലൂക്കോസ് 10:20 നിങ്ങളുടെ പേര് ഭൂതങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പീൻ. സ്വർഗത്തിൽ നമുക്ക് 5 കൂട്ടം കാര്യമുണ്ട്. അതിലൊന്ന് നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. അതറിയാമോ? 2-ാമത്
സ്വർഗത്തിൽ രണ്ടാമത് നമുക്കുള്ള കാര്യം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 5:1. ആ വാക്കൊന്നും ഞാൻ അയച്ചിട്ടില്ല. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിട സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. പ്രസംഗിക്കുന്ന പ്രാസംഗികർക്ക് പ്രസംഗ വിഷയം കൂടെ തരികയാണ്. ഒന്ന്, നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. 2 കൊരിന്ത്യർ 5:1. കൂടാരമാകുന്ന നിങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. രണ്ടാമത് നമുക്കൊരു കെട്ടിടം, ഒരു വീട് സ്വർഗത്തിലുണ്ട്. മൂന്നാമത് നമുക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. എബ്രായ ലേഖനം 4:14 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയാം. ആകയാൽ ദൈവപുത്രനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് സ്വർഗത്തിലുള്ളതുകൊണ്ട് നിങ്ങളുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിപ്പിക്കും. അപ്പൊ നമുക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. ഇടുക്കങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കാര്യം സംസാരിപ്പാൻ തക്കണം നിനക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. നാലാമതായി നമുക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? മത്തായി സുവിശേഷം 6:20 വാക്യം. ഒരു നിക്ഷേപം സ്വർഗത്തിലുണ്ട്. പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരു നിക്ഷേപം സ്വർഗത്തിലുണ്ട്. എബ്രായലേഖനം 13 വായിക്കുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന്. നമ്മൾ എത്ര ഭാഗ്യവാന്മാര്. ഇനി 5 നമുക്ക് എന്തുണ്ട്? ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഏത് വിഷയമാ, ഏത് ചോദ്യമാ പരീക്ഷയ്ക്ക് വരുന്ന അറിയാൻ മേല. കുഞ്ഞുങ്ങളെ, 77 വയസ്സുള്ള വയസ്സ് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അതേ, നിങ്ങൾ ഇതെല്ലാം ഓർമ്മയിരിക്കണം. ഇതിൽ ഏതെങ്കിലും പിടിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ എഴുതാതെ വിട്ടുപോകില്ലേ. 5 കൂട്ടം കാര്യം സ്വർഗത്തിൽ പറയാമോ അമ്മാമേ? 1, നമ്മുടെ പേര് സ്വർഗത്തിൽ. ലൂക്കോസ് 10:20 നമുക്ക് പേര് സ്വർഗത്തിലുണ്ട്. രണ്ടാമതായി നമുക്ക് ഒരു വീട് സ്വർഗത്തിലുണ്ട്. 2 കൊരിന്ത്യർ 5:1. മൂന്നാമതായി നമുക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. എബ്രായർ 4:14. നാലാമതായി നമുക്കൊരു നിക്ഷേപം സ്വർഗത്തിലുണ്ട്. മത്തായി 6:20. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. 5, നമ്മുടെ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനം. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ പറയും നമ്മുടെ പൗരത്വമോ ഇവിടെ അല്ല. ഫിലിപ്പിയ ലേഖനം 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു പൗരത്വം, നമ്മുടെ പൗരത്വം അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നാൽ അത്രയും സന്തോഷിക്കും. ഒരുവന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയാലും അത് മായ്ച്ച് കളയാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇത് വ്യക്തമാണ്. ചിലർ പറയും പേര് സ്വർഗത്തിൽ എഴുതിയാൽ പിന്നെ വായിക്കത്തില്ല. ഞങ്ങൾ വളക്കര പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സഹോദരി പറഞ്ഞു, കർത്താവിന് വേണ്ടി രക്തം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എവിടെ പോയി ഞാൻ ധാരയിൽ ജീവൻ വെക്കണം, അതിനായി തന്നെ ജീവൻ വെക്കാൻ എനിക്ക് തരണമേ. അതെ, അവരെ പിന്നെ ആ പാട്ടേ ഉള്ളൂ. പിന്നെ അവരെ ഈ സഭയെ കാണാൻ തക്കണമില്ല. നമ്മുടെ ഒന്നാമത്തെ ഉണർവുകൾ ഇതൊക്കെ പറയും, അവന് വേണ്ടി ജീവൻ വെക്കാൻ തക്കണം തയ്യാറാണ്. എന്നാൽ ദൈവത്തിന്റെ പൈതലെ, ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പുസ്തകത്തിൽ ജീവപുസ്തകത്തിൽ 3 പുസ്തകമാണ് സ്വർഗത്തിലുള്ളത്. 3 പുസ്തകം. 1 ജീവന്റെ പുസ്തകമാണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രയും സന്തോഷിക്കും. നമ്മൾ താഴ്ത്തു വരുമ്പോൾ ആ പുസ്തകത്തിന് 2ാമത്തെ പുസ്തകം ഓർമ്മയുടെ പുസ്തകമാണ്. മലാക്കി പ്രവചനം 3-8 വാക്യം വായിക്കുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ സ്വർഗത്തിൽ നിന്ന് കേട്ടു. ജീവപുസ്തകം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പുസ്തകത്തിന്റെ പേര് ഇപ്പൊ നമ്മൾ വായിക്കാൻ തക്കണം പോവുകയാണ്. ജീവപുസ്തകം. ഫിലിപ്പിയ ലേഖനം 4:3 വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമ്പമുണ്ട് മുതലായ സുവിശേഷ വേലക്കാരുമായി അവർ എന്നോട് പോരാടിയിരിക്കുന്നു. അപ്പൊ ജീവപുസ്തകം. 2 ഓർമ്മയുടെ പുസ്തകം. അതാണ് മലാക്കി പ്രവചനം 3-8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അതെല്ലാം സ്മരണയുടെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു.
മൂന്നാമത്തെ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. റോമാലേഖൻ 2:16. എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ ഈ തിരുവചനം സ്വർഗത്തിലുണ്ട്. റോമർ 2:16. 3 പുസ്തകമാണ് സ്വർഗത്തിലുണ്ട് ഉള്ളത്. അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് വായിച്ച് കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8:13 വായിക്കാമോ? ഞാൻ വായിക്കാം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ ആത്മീയമായി മരിക്കും. വായിച്ചേ. നാം ദൈവത്തെ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിൽ ശരീരത്തിലെ പ്രവർത്തികളെ മരിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നോക്കണമേ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ ആത്മീയമായി മരിക്കും കേട്ടോ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ജഡത്തിന്റെ ചിന്ത മരണം. അത് തിരുവചനത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉപദേശമാണെന്ന് മനസ്സിലാക്കണം. പാപം ചെയ്താൽ ഇനിയും എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് സങ്കീർത്തനം 69:22 വായിച്ചേ. 69 സങ്കീർത്തനം 28. അവരെ മായിച്ചു കളയണമേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ. 69 സങ്കീർത്തനം 28 വാക്യത്തിൽ മായിച്ചു കളയണമേ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിനോട് നിരപ്പ് പ്രാപിക്കാതെ അശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളെ അവരുടെ പുസ്തകത്തിൽ മായിച്ച് കളയണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. മോശ ദൈവത്തോടുകൂടെ പർവ്വതത്തിലായിരുന്ന സമയത്ത് ജനം പാപം ചെയ്തു, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. പുറപ്പാട് 32:32 വായിച്ചേ. പുറപ്പാട് 32:32. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. മോശ 40 രാവും 40 പകലും ദൈവത്തോടുള്ള സീനായി പർവ്വതത്തിലായിരുന്നു. അപ്പോൾ ആ സമയം മോശ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് അവർ താഴ്വരയിൽ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കാളക്കുട്ടിക്ക് ജയം പാടുകയാണ്, വലിയ ഉത്സവം നടത്തുകയാണ്. അപ്പോൾ അവരെ കൊല്ലാൻ തക്കൊണ്ട് ദൈവം തീരുമാനിച്ചു. ഇവരെല്ലാം ഇവിടെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 32-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. അവർ ദൈവത്തോട് പറയാണ്, നീ അവരുടെ പാപം ക്ഷമിക്കണമേ. എന്തൊരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അക്കരെ ഞാൻ എത്തിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇവരെ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ച കാളക്കുട്ടി ആരാധിച്ചവരെല്ലാം ഞാൻ കൊന്നുകളയും. എന്നെ വലിയൊരു ഓവർസർ ആക്കും, ജനറൽ ഓവർസർ ആക്കും എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റവർക്ക് എന്തോ സംഭവിച്ചാലും വേണ്ടില്ല എന്നല്ലേ നമ്മുടെ നിലപാട്. മോശ സ്വഭാവം ഒന്ന് വാങ്ങിച്ച് നോക്കിക്കേ. അവരോട് പറയാണ്, നീ മിസ്രൈമിൽ നിന്ന് കൊണ്ട് ജനത്തെ ഇവിടെ നശിപ്പിക്കരുത്. നീ അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ എങ്കിലും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. അപ്പൊ ദൈവം പറഞ്ഞു, അല്ല, നിന്റെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പുറപ്പാട് 32:32 വീണ്ടും പറയാണ്, യഹോവ മോശയ്ക്ക് മറുപടി കൊടുക്കാം, പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ മായ്ച്ചുള്ളൂ. പാപം ചെയ്തവന്റെ പേര്. അപ്പൊ അതിന് മോശ കിടന്ന് നിലവിളിക്കുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ജീവന്റെ പുസ്തകത്തിന്റെ പേരുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തോന്നുന്നത് പോലെ നടക്കാൻ തക്കൊന്നും പാടില്ല. നമ്മൾ ജീവിക്കുന്ന ജയാളികളായിട്ട് മാറണം, അല്ലെങ്കിൽ നമ്മുടെ പേരും വാങ്ങി പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഭാഗം പിടിച്ചറിയിക്കുന്നത്. നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, റോഡ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോവുക. അത് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നീ മുങ്ങിപ്പോകും. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ച് നമ്മുടെ യാത്ര അശുദ്ധമാക്കി കളയരുത്. അങ്ങനെ പോയാൽ ആ പുസ്തകത്തിൽ നമ്മുടെ പേര് മായ്ച്ചു കളയും. ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ മായ്ച്ചു കളയും, നിന്റെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല. മോശ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ അങ്ങ് മായ്ച്ചു കളഞ്ഞേര്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 6:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിച്ചേ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോയാൽ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ബുദ്ധിമുട്ടാണ്. പിന്മാറ്റത്തിൽ പോയൊരു വ്യക്തിയെ എത്ര വിചാരിച്ചാലും കൊണ്ടുവരാൻ തക്കണം അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർ തിരിച്ചു വന്നാൽ ദാവീദ് വീണ് പോയില്ലേ, പിന്മാറ്റത്തിൽ പോയില്ലേ, നശിച്ചു പോയില്ലേ.
എന്നാൽ അവൻ 51 സങ്കീർത്തനം പാടി തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. 855 പ്രാവശ്യം ദാവീദിന്റെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തിരുവചനം അവസാനിക്കുന്നതും ഞാൻ ദാവീദിന്റെ പേരാണെന്ന് പറഞ്ഞാണ് വെളിപ്പാട് പുസ്തകം 22:14 പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു വരുത്താൻ തക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വാക്യങ്ങൾ എഴുതിയെടുത്തു. അത് ഞാൻ അഗാപ്പയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 1 തിമോത്തിയോസ് 1:19, 2 തിമോത്തിയോസ് 2:18, 1 തിമോത്തിയോസ് 1:19. ഇതിനൊക്കെ ബലം തരുന്ന വാക്യങ്ങളാണ്. 2 തിമോത്തിയോസ് 2:18. ഈ വാക്യങ്ങളും ഇവിടെ വായിക്കുന്നു. പിന്മാറിപ്പോയാൽ, ജീവനുള്ള ദൈവത്തെ വിട്ട് വിഗ്രാലിലേക്ക് പോയാൽ, ഇസ്രായേലിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞത്, ദൈവപുത്രനെ ചവിട്ടിക്കളയും, തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് എബ്രായർ 10:29 പറഞ്ഞിരിക്കുന്നു. 10:29 വായിച്ചു നോക്കെ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവപുത്രനെ ചവിട്ടിക്കളയും. ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അപ്പോസ്തലപ്രവൃത്തി 1:20 വായിക്കുമ്പോൾ യൂദായെ കുറിച്ച് പറഞ്ഞ പ്രവചനമാണ് നമ്മൾ 69 സങ്കീർത്തനം 25 വാക്യത്തിൽ വായിക്കുന്നത്. യൂദായുടെ പേര്, അവന്റെ പേര് ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞത് യൂദായുടെ ഭാഗത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവചനമാണ്. 69 സങ്കീർത്തനം 28 വാക്യത്തിൽ വായിക്കുന്നു, യൂദായുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതായിരുന്നു, എന്നാൽ അവന്റെ പേര് മായ്ച്ചു കളഞ്ഞു. ആ പരാമർശമാണ് 69 സങ്കീർത്തനം 28 വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ഒരിക്കൽ അവന്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. തന്റെ പേര് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ജയാളികളായി വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ട് നമ്മൾ പ്രാപിച്ച രക്ഷ അത് സുരക്ഷിതമായി സൂക്ഷിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ജീവപുസ്തകം വെളിപ്പാട് 20:12 നമ്മളിങ്ങനെ വായിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം 5 മിനിറ്റോടും തീർക്കാൻ പോവുകയാണ്. ഫിലിപ്പിയ ലേഖനം വാക്യം തീർത്തു 4:3 ജീവന്റെ പുസ്തകം എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന് ആവർത്തിച്ച് ജീവന്റെ പുസ്തകം എന്ന് വായിക്കുന്നുണ്ട്. വെളിപ്പാട് 3:5 ഇപ്പൊ നമ്മൾ വായിച്ചു. ഞാൻ അടുത്ത വാക്യം വെളിപ്പാട് 13:8, വെളിപ്പാട് 17:8, വെളിപ്പാട് 21:27. 1, 2, 3, 4, 5 പ്രാവശ്യം ജീവപുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 3:5, 13:8, 17:8, 21:27. ഇവിടെ എല്ലാം ജീവന്റെ പുസ്തകത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകം മായ്ക്കാതെ, അത് നമ്മൾ വെളിപ്പാട് 20:15 വായിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ 4ാമത്തെ വിഷയം 5 മിനിറ്റേ ഉള്ളൂ. എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരേറ്റ് പറയും. നമ്മുടെ പേര് ഒന്ന് വിളിച്ചു പറയാന്ന് പറഞ്ഞ അത്ര സന്തോഷമാണ്. ഈ കഴിഞ്ഞ കോൺഫറൻസിലെ അനേക പ്രാസംഗികന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും എഴുന്നേറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പാസ്റ്റർ CV ആൻഡ്രൂസിനോടൊപ്പം ഇന്ന് ആയിരിക്കാനിടയായതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സുഖം വരത്തില്ലേ? ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തർ പേരൊക്കെ ഒന്ന് വിളിച്ചു പറയുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേര് വിളിച്ചു പറയും, അന്നമ്മ കേട്ടോ. കർത്താവിനോടുകൂടി നടക്കുന്ന പ്രതിഫലങ്ങളിലൊരു പേരാ അന്നമ്മ, സാറാമ്മ. എല്ലാവരുടെ മുന്നേ പേരൊക്കെ അങ്ങോട്ട് പറയുമ്പം ബിൻസി, അഞ്ജു, ഈ പേരൊക്കെ പറയാ. ലാലു സാറ്, ഞാനേ ലാലു സാർ എന്ന് പറഞ്ഞു, സ്വർഗ്ഗം ലാലു സാർ എന്ന് പറയല, ലാലു ജേക്കബ്, ഇങ്ങനൊക്കെ പേരൊന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ആ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരുടെ മുന്നിൽ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. ഈ ലോകത്തിൽ കർത്താവായ യേശുവിനെ ഏറ്റുപറയുന്ന ഏവനെയും ദൈവദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നതിനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. ഒരു വാക്യം മാത്രമായി നമുക്ക് നിർത്താം.
മത്തായി 10:32-33 വായിച്ചു. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. അയ്യോ, അവിടെ തള്ളി പറയും. ഓ, ആൻഡ്രൂസ് അവൻ ഗുണമല്ല. അവിടെ എത്തി, അക്ഷയ്ക്ക് രക്ഷ പ്രാപിച്ച് അവിടെ എത്തി എന്നാ വിളിച്ചു പറയുമ്പോഴത്തേക്ക് അവിടെയും പിതാവിന്റെ മുമ്പിൽ നമ്മളെക്കുറിച്ച് തള്ളിപ്പറയുമെന്ന് പറയുമ്പോൾ നമ്മൾ നാട് ചോദിക്കുകയെ, നമ്മളെ ഇഗ്നോർ ചെയ്യുക. നമ്മൾ SSLC പരീക്ഷയ്ക്കൊക്കെ അതിന്റെ മാർക്ക്, അത് പേര് കാണാതെ കൊണ്ട് കമ്പ്യൂട്ടറിൽ കുത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, അത് കുത്തിയിരിക്കുമ്പോൾ ചിലരുടെ പേര് അതിൻ്റെ അകത്ത് ഇല്ലാതെ വന്നാൽ മനഃപൂർവ്വമായിട്ട് മാറ്റിക്കളഞ്ഞ സംഭവങ്ങളുണ്ട്. കാരണം പരീക്ഷയ്ക്ക് ജയിപ്പിക്കാതെ. അങ്ങനെ ഒരു കൊച്ചിനെ എനിക്കറിയാം. അവൾ നല്ല മിടുക്കിയായിരുന്നു. ഏതോ അവൾക്ക് അവളോട് പഠിപ്പിച്ച അധ്യാപന വൈരാഗ്യം ഉണ്ടായിരുന്നു. അവളുടെ മാർക്ക് തീരെ കുറച്ചു കളഞ്ഞു. അവൾ വിട്ടുകൊടുത്തില്ല. അവൾ ആ പേപ്പർ എടുപ്പിച്ചു. പേപ്പർ എടുപ്പിച്ചോ 100 മാർക്കുണ്ട്. ആ അധ്യാപനെ ശിക്ഷിക്കാൻ തക്ക വേണ്ടിയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, അങ്ങനെ കുറച്ചു കളയാൻ തക്ക നോക്കുന്ന ആളുണ്ട്. ആ പേര് വരാത്തതിന്റെ ആ കൊച്ചിന്റെ ഒന്നായ വിഷമം കണ്ടില്ലേ. ഞാൻ എല്ലാത്തിനും എഴുതുക എന്നുള്ള നല്ല ധൈര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ പേര് കണ്ടില്ലെങ്കിൽ, പേരെന്ന് എടുത്തു പറയുമ്പോൾ, എല്ലാവരുടെയും പേരെടുത്ത് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്നത് എല്ലാവരും അഞ്ജു, സാറ, അന്നമ്മ, ശോശാമ്മ ഇങ്ങനെയൊക്കെ പേരും കൊണ്ട് എടുത്തു പറയല്ലേ. എൻ്റെ പേരെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നാല് ചോദിക്കുക എന്തൊരു വിഷമമാണ്. അത് പ്രതിഫലത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ വായിക്കുന്ന വാചകം എന്തറിയാമോ? ഈ ലോകത്തിൽ കർത്താവായ യേശുവിനെ ഏറ്റുപറയുന്നവനെയും ഏവനെയും താനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പാകെ തള്ളിപ്പറയും. അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 8-9 വാക്യങ്ങളുടെ അടുത്ത് വായിക്കണ്ട. അത് കർത്താവ് പറയുന്ന വാചകങ്ങളാണ്. കർത്താവ് പറയുന്ന വാചകങ്ങളാണ്. ആകയാൽ നമ്മുടെ പേര് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്ന പേരുകൾ കർത്താവ് പിതാവിന്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും വിളിച്ചു പറയും. അവിടുത്തെ വിലയേറിയ അധരങ്ങളിൽ നിന്നുള്ള അംഗീകാരത്തിന്റെ അതൊരു അംഗീകാരത്തിന്റെ വാക്കാണ്. ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിച്ച കഷ്ടത, ഉപദ്രവം, അതിന്റെ എല്ലാ ഓർമ്മകളെയും നമ്മുടെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പേര് വിളിച്ചു പറയുമ്പോൾ അത് പറയുക മാത്രമല്ല, നമ്മൾ അനുഭവിച്ച കണ്ണുനീർ, നമ്മൾ ഒഴിക്ക കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് ഈ പേര് വിളിച്ചു പറയുമ്പോൾ ആനന്ദത്തിന്റെ കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്നൊഴുകുമ്പോൾ നമ്മുടെ കർത്താവ് അത് തുടച്ചു കളയുന്ന സന്ദർഭമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സർദീസിന്റെ കാലഘട്ടം AD 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടമാണെന്ന് ഓർക്കണം. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ആ വാക്യം വായിച്ച് അത് അവസാനിപ്പിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള വസ്ത്രം ധരിക്കും. രണ്ടാമത് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. 3, അവന്റെ പേര് ജീവോത്സവത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല. 4, എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം. അഗാപ്പേ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. അന്തിം വരെ വിശ്വസ്തരായിട്ട് ജീവിക്കാം. അമ്മയുടെ കിരീടമാരും എടുക്കാതിരിപ്പാൻ കൊണ്ട് നമുക്കുള്ളത് മുറുകെ പിടിക്കാം. അടുത്ത ആഴ്ചയിൽ പെരുന്നെറ്റിയ സഭയെക്കുറിച്ച് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു സാർ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്നും സഹായിച്ചുവല്ലോ. നമുക്ക് കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം ശക്തമായി വീണ്ടും അനേകർക്ക് പ്രയോജനമായി ഉപയോഗിക്കപ്പെടുവാൻ ഇടയാക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, നാഥ സ്തോത്ര. ഹല്ലേലൂയ കർത്താവേ, ഓൺലൈനായി ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുവചനങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ക്ലാസ് എടുത്ത ഹല്ലേലൂയ പ്രിയാൻസാനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവെ, ആമേൻ കർത്താവെ, ഇത്രത്തോളം ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവെ സ്തോത്രപ്പ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ വചനങ്ങൾ ഹല്ലേലൂയ കർത്താവെ ഇത്രത്തോളം ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ കർത്താവെ
ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരുവാൻ തക്കവണ്ണ ഹാലലിയ കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ലാലു സാറിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേ, ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തിയിരിക്കുക. സ്തോത്രം ചെന്ന് എല്ലാ സാർമാർക്കായി സ്തോത്രം ചെന്ന് ഹാലേലിയ കർത്താവേ. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഹാലലിയ കർത്താവേ, ക്ലാസുകൾ ഞങ്ങൾക്ക് തന്ന ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം ചെന്നു അപ്പച്ച, ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അഗാപ്പെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അതിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ബൈബിൾ കോളേജിനെ അനുഗ്രഹിക്കണം. എല്ലാം തിരുനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. സാറ് തന്നെ അങ്ങ് ആശീർവാദം പറഞ്ഞാട്ടെ. പാസ്റ്റർ സി വി ആൻഡ്രൂസ് പ്ലീസ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് ദൈവം സഹായിക്കട്ടെ. നാളെ